നിങ്ങളുടെ വീടും പരിസരവും ഇക്കോ ഫ്രണ്ട്ലിയായ വിധത്തിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വീടിന് ചുറ്റുമായി ഭംഗിയാർന്ന ലോൺ, പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗാർഡൻ, ഡ്രൈവ് വേകൾ, പാത്ത് വേകൾ, വാട്ടർ ഫൗണ്ടെയിൻ, ഗസൈബ് തുടങ്ങി നിരവധി സജ്ജീകരണങ്ങളോടെ ഒരുക്കുന്ന ലാൻഡ്സ്കേപ്പ് വർക്കുകൾ. നിങ്ങളുടെ വീടുകൾക്ക് അതീവ വശ്യത നൽകുന്ന ഇത്തരം ലാൻഡ്സ്കേപ്പ് ആൻഡ് ഗാർഡനിംഗ് ജോലികൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കുക. ഫോൺ നമ്പർ 9388504030. വീടുകൾ, ഓഫീസുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, കോളേജ് ആൻഡ് ഹോസ്റ്റൽ ക്യാമ്പസുകൾ, അപ്പാർട്ട്മെന്റുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള ഇടം ഏതുമാകട്ടെ, കേരളത്തിൽ എവിടെയും ഏറ്റവും മികച്ച വിധത്തിൽ ഉദ്യാനങ്ങൾ ഒരുക്കുവാനും അവ പരിപാലിക്കാനുമായി ഉടൻ വിളിക്കുക. 9388504030. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9388504030. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ അറിയാം, ഒട്ടേറെ മലകളും കുന്നുകളുമുള്ള ഒരു നാടാണ് നമ്മുടേത്. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെ നീണ്ടു കിടക്കുന്നുണ്ട് സഹ്യപർവ്വതം. വേറെയുമുണ്ട് ഒട്ടേറെ കുന്നുകളും ശൈലങ്ങളും. ചെങ്കുത്തായ അത്തരം പ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കുന്നവർ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. റോഡ് നിരപ്പിന് മുകളിലുള്ള പ്ലോട്ടിനനുസരിച്ച് ഡിസൈൻ ഒരുക്കുക, അങ്ങോട്ട് വാഹനങ്ങൾ കയറി ചെല്ലാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നിങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ. ചെങ്കുത്തായ കുന്നിൻ ചെരുവിൽ നല്ലൊരു വീട് ഡിസൈൻ ചെയ്യാൻ പ്രതിഭയുള്ള ഒരു ആർക്കിടെക്റ്റിനോ ഡിസൈനർക്കോ മാത്രമേ സാധിക്കൂ. വാസ്തുവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അത്തരത്തിൽ കുന്നിൻ ചെരുവിൽ നിർമ്മിച്ച ഒരു വീടാണ്. മലകളുടെയും ചുരങ്ങളുടെയും ഒക്കെ നാടായ വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരു വീട്. ഇതാ നോക്കൂ. ശരിക്കും ചെങ്കുത്തായ കുന്നിൻ ചെരുവിലുള്ള ഒരു വീട് അല്ലേ? വയനാട് വൈത്തിരി ടൗണിനടുത്താണ് ഈ വീട്. സൗദി റിയാദിൽ ബിസിനസ്സുകാരനായ ശ്രീ യൂസഫ് കെ അബ്ദുവിന് വേണ്ടി പ്രമുഖ സിവിൽ എഞ്ചിനീയർ ശ്രീ ആഷിഖ് മാമു ആണ് ഈ വീടിന് ഡിസൈൻ ഒരുക്കിയത്. നിങ്ങൾ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുന്നിൻ ചെരുവിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീടിന്റെ നിർമ്മാണ ശൈലി നിങ്ങൾക്കൊരു മാതൃകയാക്കാവുന്നതാണ്. ഇനി നമുക്ക് കാണാം വയനാട് വൈത്തിരിയിൽ ശ്രീ യൂസഫ് കെ അബ്ദുവിന് വേണ്ടി ശ്രീ ആഷിഖ് മാമു രൂപകൽപ്പന ചെയ്ത വീടിന്റെ നിർമ്മാണ വിശേഷങ്ങൾ. വയനാട് ജില്ലയിൽ വൈത്തിരി ടൗണിനരികെ അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ ഒരു വീടാണിത്. വൈത്തിരി സ്കൂളിനരികെ ചെങ്കുത്തായ ഒരു കുന്നിൻ ചെരുവിൽ നിർമ്മിച്ച വീട്. റോഡ് നിരപ്പിൽ നിന്ന് 15 അടിയോളം ഉയരത്തിൽ പ്രത്യേകമായി പ്ലോട്ട് ഒരുക്കിയാണ് ഈ വീടിന്റെ നിർമ്മാണം. ഇരുനിലയുള്ള ഒരു ബംഗ്ലാവ്. സവിശേഷമാണ് ഈ വീടിന്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ. എക്സ്റ്റീരിയർ ഡിസൈനിൽ ഒട്ടേറെ ആർക്കിടെക്ചർ സ്റ്റൈലുകൾ ഫ്യൂഷൻ സ്റ്റൈലിൽ ബ്ലെൻഡ് ചെയ്താണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിർമ്മാണ രീതിയിലും പ്രത്യേകതകളുണ്ട്. വീട് നിർമ്മിച്ച പ്ലോട്ടിനെ 3 ലെവലായി തിരിച്ച് ആ 3 ലെവലിലായാണ് ഇതിന്റെ നിർമ്മാണം. ആദ്യത്തെ ലെവലിൽ കാർ പോർച്ച്, 2ാം ലെവലിൽ മുറ്റം, 3ാം ലെവലിൽ വീട് എന്നിങ്ങനെ. എന്നാൽ വീടിന്റെ ഉൾമുറികൾ ഒരുക്കിയതിൽ സ്പ്ലിറ്റ് ലെവൽ സ്റ്റൈൽ സ്വീകരിച്ചിട്ടുമില്ല. 5 കിടപ്പുമുറികൾ അടിസ്ഥാന സൗകര്യമാക്കി 2800 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലാണ് ഈ വീടിന്റെ നിർമ്മാണം. ഈ കാർ പോർച്ച്, അവിടെ നിന്ന് ഏതാനും സ്റ്റെപ്പുകൾ കയറി ചെല്ലുന്നിടത്തായി ഈ സിറ്റ് ഔട്ട്, അവിടെ നിന്ന് എൻട്രി നൽകിയ ഈ ഫോമൽ ലിവിംഗ് ഏരിയ, അതിനപ്പുറത്തായി വീടിന്റെ സെൻട്രൽ പോർഷനിൽ ഒരുക്കിയ ഈ ഡൈനിങ് സ്പേസ്, ഡൈനിങ്ങിൽ നിന്ന് എൻട്രി നൽകി ഒരുക്കിയ ഈ കിച്ചൺ എന്നിവയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ പ്രധാന സൗകര്യങ്ങൾ. ഒപ്പം 2 കിടപ്പറകളുമുണ്ട്. ഈ പാരന്റ്സ് ബെഡ്റൂമും ഈ മാസ്റ്റർ ബെഡ്റൂമും. ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള ഈ സ്റ്റെയർ കേസ് കയറി ചെല്ലുന്ന ആദ്യ ഇടം ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഇതിന് ചുറ്റുമായി 3 കിടപ്പറകൾ കൂടിയുണ്ട്. ഒന്നിത്, ഇത് രണ്ടാമത്തേത്.
ഇത് മൂന്നാമത്തേതും. വീടിന് മുന്നിലെ കുന്നിൻ ചെരുവും താഴ്വാര കാഴ്ചകളുമൊക്കെ ആസ്വദിക്കാൻ പാകത്തിലൊരുക്കിയ ഈ ബാൽക്കണി സ്പേസും മുകളിലെ സൗകര്യങ്ങളിൽ പെടും. ഇങ്ങനെ വലിയൊരു വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്തൊരുക്കിയ വീടാണിത്. സൗദി റിയാദിലെ ഏഷ്യ പസഫിക് എന്ന ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയുടെ ഡയറക്ടറായ ശ്രീ യൂസഫ് കെ അബ്ദുവിൻ്റേതാണ് ഈ വീട്. കണ്ണൂരിലും കോഴിക്കോടുമായുള്ള മറിയ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിലെ ചീഫ് ഡിസൈനർ ശ്രീ ആഷിഖ് മാമുവാണ് യൂസഫ് കെ അബ്ദുവിന് വേണ്ടി ഈ വീടിന്റെ രൂപകൽപ്പന ഒരുക്കിയത്. കഴിവുറ്റ ഒരു ഡിസൈനർക്ക് ഇതുപോലുള്ള ഒരു ഹിൽ സൈഡിൽ നല്ലൊരു വീട് ഒരുക്കാനാകൂ എന്ന തിരിച്ചറിവിനാലാണ് ശ്രീ യൂസഫ് ശ്രീ ആഷിഖ് മാമുവിനെ ഇതിന്റെ ഡിസൈനിനായി സമീപിച്ചത്. ഞങ്ങൾ ആഷിഖ് മാമു അസോസിയേറ്റ്സിനെ സമീപിക്കാനുണ്ടായ കാരണം, ഇത്തരം ഒരു പ്ലോട്ടിൽ വീട് വെക്കുന്ന സമയത്ത് ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള തന്നെ ഒരു ആർക്കിടെക്റ്റ് വേണമെന്നുള്ള കാരണത്താലാണ്. പ്രത്യേകിച്ചും ഈ പ്ലോട്ടിൻ്റെ കിടപ്പ് ഒരു ഉയർന്ന പ്രദേശത്ത് നന്നായിട്ട് എക്രോസ് ദ സ്ലോപ്പായിട്ടാണ് ഈ പ്ലോട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആഷിഖ് മാമു അസോസിയേറ്റ്സിനെ തന്നെ സമീപിച്ചത്. ഇനി ഈ പ്ലോട്ട് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന സ്ഥലം, ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, ഞങ്ങളുടെ അയൽവക്കം, ഈ അയൽവക്കമായിട്ട് വിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കാനുള്ള ബുദ്ധിമുട്ട്, അത്രയും നല്ല അയൽവക്കമാണ് ഞങ്ങൾക്കിവിടെ. അതാണ് ഈ ഏരിയനെ, ഈ സ്ഥലം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം. ഈ വീട് നിർമ്മിച്ച പ്ലോട്ടിന് അരികിലായിരുന്നു ശ്രീ യൂസഫിന്റെ പഴയ തറവാട് വീട്. ആ വീടിന് പകരമായി നിർമ്മിക്കുന്ന വീടെന്ന നിലയിൽ ധാരാളം കിടപ്പുമുറികളുള്ള വലിയൊരു വീട് എന്നതായിരുന്നു ശ്രീ യൂസഫിന്റെ റിക്വയർമെന്റ്. ഞങ്ങളുടെ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ, ഞങ്ങൾ ആഷിഖ് മാമു അസോസിയേറ്റ്സുമായിട്ട് സമീപിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് 5 ബെഡ്റൂമായിരുന്നു ഞങ്ങളുടെ ആവശ്യം. പിന്നെ ഡൈനിങ്, ലിവിങ്, ഇതിനൊക്കെ പുറമെയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇത് ഉയർന്നൊരു പ്രദേശമായതുകൊണ്ട് വാഹനം കയറ്റി പാർക്ക് ചെയ്യാൻ ഉള്ള ഒരു സൗകര്യം. അപ്പോൾ അതിന് അവർ ഡിസൈൻ ചെയ്തതനുസരിച്ച് ഈ പ്ലോട്ടിനെ 2 ലെവലായി തിരിച്ച്, ഒരു ലെവലിൽ കുറച്ചൊരു താഴ്ന്ന രീതിയിൽ ചെയ്ത് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും, മുകളിലേക്ക് കയറിയിട്ട് വീട്ടിലേക്ക് കയറാവുന്ന രീതിയിലുള്ള സിറ്റ് ഔട്ടും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളൊരു ഡിസൈന് അവർ ചെയ്ത്. ആ ഡിസൈൻ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഡിസൈൻ സെലക്ട് ചെയ്ത് ഈ വീട് ചെയ്തത്. റോഡ് നിരപ്പിന് മുകളിലായി ചെങ്കുത്തായുള്ള വീതി കുറഞ്ഞ പ്ലോട്ട്. ഇത്തരം ഒരു പ്ലോട്ടിൽ കാർ പോർച്ച് ഫെസിലിറ്റി ഉൾപ്പെടെ നല്ലൊരു വീട് നിർമ്മിക്കുക പ്രയാസമാണ്. എന്നിട്ടും ശ്രീ ആഷിഖ് മാമു ഇവിടെ ഒരുക്കിയത് മികച്ചൊരു പാർപ്പിട നിർമ്മിതിയാണ്. മിസ്റ്റർ യൂസഫ് ഈ വീടിൻ്റെ ഡിസൈനുമായി എന്നെ ബന്ധപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഏരിയയിൽ മറ്റനേകം പ്ലോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ പ്ലോട്ടുമായി പ്രത്യേകമായ ഒരു സെൻറ്റിമെൻറ്റ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേരൻസ് താമസിച്ചിരുന്ന ഈ ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വീട് വേണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ പ്ലോട്ടിൽ നല്ലൊരു വീട് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒന്ന്, പ്ലോട്ട് വളരെ വീതി കുറവാണ്. രണ്ടാമത്തത്, റോഡിൽ നിന്നും വളരെ ഉയരത്തിലാണ് പ്ലോട്ട് കിടക്കുന്നത്. മിസ്റ്റർ യൂസഫ് ഓൾറെഡി വാഹനം ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീട്ടുമുറ്റത്തേക്ക് വാഹനം കയറണം എന്നുള്ളൊരു ആവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. കൂടാതെ 5 ബെഡ്റൂം, ഫാമിലി ലിവിങ്, ഡൈനിങ്, ഡ്രോയിങ്, ഇതൊക്കെ വളരെ പ്രൈവസിയോടുകൂടെ വേണമെന്നുള്ളൊരു നിർബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീട് കുന്നിൻ ചെരുവിലെ ഈ വീതി കുറഞ്ഞ ഒരു പ്ലോട്ടിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ഒരു ചാലഞ്ചായിരുന്നു. അതായിരുന്നു ഈ വീടിൻ്റെ കാര്യത്തിൽ ഞാൻ ഫേസ് ചെയ്തിരുന്നത്. ഒരു കുന്നിൻ ചെരുവിൽ വീടൊരുക്കുമ്പോൾ കുന്നിന്റെ ടോപ്പോഗ്രഫിയെ വീട് പ്ലേസ് ചെയ്യാനായി പ്രത്യേക രീതിയിൽ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. മണ്ണ് ധാരാളമായി നീക്കം ചെയ്ത് പ്ലോട്ട് ഒരുക്കേണ്ടി വരും. റോഡ് നിരപ്പിന് മുകളിലായതിനാൽ മുറ്റത്തോട് ചേർന്ന് കാർ പോർച്ച് ഒരുക്കുവാനും പ്രയാസം. വീതി ധാരാളമുള്ള പ്ലോട്ടാണെങ്കിൽ ഇങ്ങനെ ഇരുവശത്തുകൂടിയും റാമ്പ് ഡിസൈൻ ചെയ്ത് വാഹന സൗകര്യമൊരുക്കാം. ഇവിടെ വീതി കുറവായതിനാൽ അതും പറ്റില്ല. എന്നിട്ടും നല്ലൊരു കാർ പോർച്ചും മുറ്റവും ആകർഷകമായ എക്സ്റ്റീരിയറുമൊക്കെ നൽകിയാണ് ശ്രീ ആഷിഖ് മാമു ഇതിന്റെ ഡിസൈൻ ഒരുക്കിയത്. സാധാരണഗതിയിൽ കുന്നിൻ ചെരുവിൽ വീട് പണിയുന്ന സമയത്ത് നമ്മൾ മണ്ണെടുത്ത് മാറ്റിയും കൊണ്ടാണ് വീട് പണിയുന്നത്. പക്ഷേ ഈ പ്ലോട്ടിൻ്റെ കാര്യത്തിൽ വീതി കുറവായത് കൊണ്ട് തന്നെ മണ്ണെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള എയർ സർക്കുലേഷന് പ്രോബ്ലം വരും എന്നതുകൊണ്ട്
ഈ വീട് 2-3 ലെവലായിട്ടാണ് ചെയ്തിരുന്നത്. ആദ്യത്തെ ലെവൽ വണ്ടി കയറാൻ വേണ്ടി കാർ പോർച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് താഴ്ത്തി ഇട്ടുകൊണ്ട് മുറ്റം വേറൊരു ലെവലിലും സിറ്റ് ഔട്ട് മറ്റുള്ളതൊക്കെ മറ്റൊരു ലെവലിലും ചെയ്തുകൊണ്ടാണ് ഈ വീട് പണിതത്. വീതി കൂടുതലുള്ള പ്ലോട്ടാണെങ്കിൽ 2 സൈഡിൽ നിന്ന് റാമ്പ് കൊടുത്തുകൊണ്ട് അതേ ലെവലിൽ കാർ പോർച്ചും വീടും ഒരേ ലെവലിൽ നിർത്തിയും കൊണ്ട് തന്നെ നമുക്ക് വീട് പണിയാൻ സാധിക്കും. പക്ഷേ ഇവിടെ വീതി കുറവ്, ആ റാമ്പിൻ്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലം വന്നതുകൊണ്ടാണ് കാർ പോർച്ച് കുറച്ച് താഴ്ത്തിയും കൊണ്ട് വീട് ഡിസൈൻ ചെയ്യാൻ കാരണം. ചെങ്കുത്തായ കുന്നിൻ ചെരുവിൽ റോഡ് നിരപ്പിൽ നിന്ന് 15 അടിയോളം ഉയരത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ആ റോഡിൽ നിന്ന് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു എക്സ്റ്റീരിയർ വ്യൂ കൂടി നൽകിയാണ് ശ്രീ ആഷിഖ് മാമു ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല എക്സ്റ്റീരിയർ ഫീച്ചറുകൾ കൂടി നൽകിയാണ് ആഷിഖ് മാമു ഇതിന്റെ ഡിസൈൻ ഒരുക്കിയത്. കാപ്പിയും കുരുമുളകും ഒക്കെ തഴച്ചു വളരുന്ന നല്ലൊരു കൃഷിയിടത്തിലാണ് ഈ വീട്. അതും റോഡ് നിരപ്പിൽ നിന്ന് 15 അടിയിലേറെ ഉയരത്തിലായി. എന്നിട്ടും ഇതിന്റെ എക്സ്റ്റീരിയർ ഡിസൈന് ആകർഷകമായൊരു ചന്തമുണ്ട്. നല്ലൊരു എക്സ്റ്റീരിയർ വ്യൂ വേണമെന്ന് മിസ്റ്റർ യൂസഫിന് ആഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്കിലും ഒരു പ്രത്യേകമായ ആർക്കിടെക്ചറിലോട്ട് ഫോളോ ചെയ്യാൻ ഈ വീടിൻ്റെ ഡിസൈനിങ്ങിൽ ശ്രമിച്ചിട്ടില്ല. പകരം പല ആർക്കിടെക്ചർ വ്യൂവിൻ്റെയും ഒരു ഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ വീടിൻ്റെ ഡിസൈനിങ്ങിൽ ശ്രമിച്ചത്. അതനുസരിച്ച് ഈ വീടിൻ്റെ റൂഫിംഗ് ഡിസൈനിങ്ങിൽ പല ആർക്കിടെക്ചർ ശൈലിയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന റൂഫിംഗ് ഡിസൈൻ, സ്ലോപ്പിംഗ് റൂഫ്, അത് ട്രഡീഷണൽ ആർക്കിടെക്ചറിൻ്റെയും അതുപോലെ മധ്യത്തിലുള്ള പെർഗോള റൂഫ് കണ്ടംപററി ഡിസൈനിങ്ങിലും, ഫ്ലാറ്റ് റൂഫ് അതുപോലെ പില്ലർ ഡിസൈൻ എന്നിവ ബരോക്ക് ആർക്കിടെക്ചറിലെയും ഇങ്ങനെ പലതും ചേർന്നുള്ള ഒരു ഫ്യൂഷനാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ധാരാളം കുന്നുകളും മലകളും താഴ്വാരങ്ങളും ഒക്കെ ഉൾപ്പെട്ടതാണ് വയനാടിന്റെ ഭൂപ്രകൃതി. തേയിലത്തോപ്പും കാപ്പിത്തോട്ടവുമൊക്കെ സമൃദ്ധമായി വളരുന്ന മലനിരകൾ, തട്ടുതട്ടായി ഉയർന്നു പോകുന്ന ആ മലനിരകളുടെ ഒരു ദൃശ്യം ഈ വീടിന്റെ എക്സ്റ്റീരിയർ പാറ്റേണിൽ ശ്രീ ആഷിഖ് മാമു സ്വീകരിച്ചിട്ടുണ്ട്. കാർ പോർച്ചിന്റെ ഒരു റൂഫ്, അവിടെ നിന്ന് അല്പം ഉയരത്തിലായി സിറ്റ് ഔട്ടിന്റെ റൂഫ്, അതിനും മുകളിലായി ബാൽക്കണി റൂഫ്, അതിനും മുകളിലായി ശരിക്കും ഒരു കുന്നിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുഖപ്പിന്റെ ഡിസൈൻ എന്നിങ്ങനെ തട്ടുതട്ടായി ഉയർന്നു പോകുന്ന ഒരു മലനിരയുടെ സ്വഭാവമുണ്ട് ഇതിന്റെ എക്സ്റ്റീരിയറിന്. ഫ്ലാറ്റ് റൂഫ്, പെർഗോള റൂഫ്, സ്ലോപ്പിംഗ് റൂഫ് എന്നിങ്ങനെ പല റൂഫിംഗ് പാറ്റേണുകളും ഇതിന്റെ എക്സ്റ്റീരിയറിൽ സ്വീകരിച്ചിട്ടുണ്ട്. വലിയ ഈ പില്ലറുകൾ ഓർമ്മിപ്പിക്കുന്നത് പാശ്ചാത്യ ദേശത്തെ ബരോക്ക ആർക്കിടെക്ചറിനെയാണ്. ജനാലകൾ, ചുമരിലെ ഗ്രൂവുകൾ എന്നിവയും എക്സ്റ്റീരിയറിന് ഭംഗി കൂട്ടുന്ന എലമെന്റുകളാണ് ഇവിടെ. കുന്നിൻ ചെരുവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ ഉൾമുറികൾ പല ലെവലിലായി സ്പ്ലിറ്റ് ലെവൽ എന്ന കൺസെപ്റ്റിലാണ് പലരും ഡിസൈൻ ചെയ്യാറ്. വീടിനുള്ളിലെ ഒരു ഫ്ലോറിൽ തന്നെ പല തട്ടുകളിലായി മുറികൾ ഒരുക്കുന്നതിനാൽ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി വേണം അത് ഉപയോഗിക്കാൻ. കാണാൻ ഭംഗിയുണ്ടാകുമെങ്കിലും പ്രായമുള്ള ആളുകൾക്ക് അവ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാകും. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കുത്തായ കുന്നിൻ ചെരുവിലാണെങ്കിലും ഇതിൻ്റെ ഉൾമുറികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പ്ലിറ്റ് ലെവൽ കൺസെപ്റ്റിൽ അല്ല. അതുകൊണ്ട് തന്നെ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് ഇതിൻ്റെ ഉൾമുറികൾ. ഇനി നമുക്ക് ആ മുറികൾ കാണാം. 3 തട്ടുകളിലായാണ് ഈ വീടിന്റെ പ്ലേസിംഗ്. ആദ്യം ഈ കാർ പോർച്ചിന്റെ ലെവൽ, പിന്നെ മുറ്റത്തിന്റെ ലെവൽ, ശേഷം വീടിന്റെ ഫ്ലോർ ലെവൽ എന്നിങ്ങനെ. കാർ പോർച്ച് പിന്നിട്ട് ഏതാനും സ്റ്റെപ്പുകൾ കയറിയാൽ സിറ്റ് ഔട്ടായി. സ്റ്റെപ്പിന് മുകളിലായാണ് പെർഗോള റൂഫ്. സിറ്റ് ഔട്ട് ഒരുക്കിയത് മനോഹരമായ സീറ്റിംഗ് ഫെസിലിറ്റികളോടെയാണ്. ഇൻഫോർമൽ ഗസ്റ്റുകളെ ട്രീറ്റ് ചെയ്യാവുന്ന ഒരിടം. ഗ്രാനൈറ്റ് ഫ്ലോറോട് കൂടിയ ഈ സിറ്റ് ഔട്ട് പിന്നിട്ടാൽ ഫോമൽ ലിവിംഗ് ഏരിയയാണ്. കോമ്പാക്റ്റായ നല്ലൊരു മുറി. ഡിസൈൻ വർക്കോട് കൂടിയ കോർണർ സെറ്റുകൾ കൊണ്ടാണ് ഇവിടുത്തെ ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കിയത്. ഡബിൾ ഹൈറ്റ് റൂഫാണ് ഇവിടെ. തൊട്ടടുത്തുള്ളത് ഡൈനിങ് ഏരിയയാണ്. ലിവിംഗ്, ഡൈനിങ് ഏരിയകളെ വേർതിരിക്കുവാൻ ഒരു വുഡൻ പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അതിന് മധ്യയായി ഒരു അക്വേറിയവും. വളരെ ഇൻറ്റിമസിയുള്ള ആൾക്കാരെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഈ ഫോർമൽ ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മറ്റ് റൂമുകളെ അപേക്ഷിച്ച് ഈ ഏരിയ വളരെ കുറവാണെങ്കിലും
ഇതിൻ്റെ ഒരു വിശാലത തോന്നിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഡബിൾ ഹൈറ്റ് റൂഫ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ റൂം ഡൈനിങ് റൂമുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു വുഡൻ പാർട്ടീഷൻ നൽകിക്കൊണ്ട് കുറച്ചുകൂടെ പ്രൈവസി നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഫോമൽ ലിവിംഗ് ഏരിയ പിന്നിട്ടാൽ ഈ വീടിന്റെ കോർ ഏരിയ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡൈനിങ് സ്പേസായി വിശാലമായ മുറി. ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ മുറികളിലേക്കും ആക്സസ് നൽകിയത് ഈ മുറിക്കുള്ളിൽ നിന്നാണ്. സ്റ്റെയർകേസിനിടം നൽകിയതും ഇവിടെ തന്നെ. ഗ്ലാസ് ടോപ്പ് ടേബിളും ചെയറുകളും ഒക്കെയായി ആകർഷകമായാണ് ഡൈനിങ് അറേഞ്ച്മെന്റ്. ഈ വീടിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് എന്ന നിലയിലാണ് ഈ ഡൈനിങ് ഏരിയ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഈ വീടിൻ്റെ മറ്റുള്ള എല്ലാ റൂമുകളിലേക്കും അതുപോലെ കിച്ചണിലേക്കും അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ കേസ് ഫാമിലി ലിവിങ്ങിലേക്കൊക്കെ ആക്സസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഈ വീടിൻ്റെ കൂടുതൽ യൂട്ടിലിറ്റി ഉള്ള ഒരു റൂമാണ്. അതുമാത്രമല്ല ഒരു മെയിൻ ട്രാഫിക് ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ ഈ ഏരിയയെക്കുറിച്ച് നമുക്ക് പറയാം. ഡൈനിങ് ഏരിയയുടെ ഒരു അരികെ ചേർന്ന് വടക്ക് കിഴക്ക് ഭാഗത്തായാണ് ഇവിടുത്തെ കിച്ചൺ. മോഡ്യുലാർ സ്റ്റൈലിലാണ് അറേഞ്ച്മെന്റ്സ്. ഒരു വർക്കിംഗ് കിച്ചൺ കൂടി അറ്റാച്ച് ചെയ്താണ് രൂപകൽപ്പന. ഈ പാരന്റ്സ് ബെഡ്റൂം, ഈ മാസ്റ്റർ ബെഡ്റൂം എന്നിങ്ങനെ 2 കിടപ്പറകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെയുള്ള ശേഷിക്കുന്ന സൗകര്യങ്ങൾ. ഒരു 5 ബെഡ്റൂം വീടായിരുന്നു അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്. അതിന് കാരണം ഒരു തറവാട് വീട്ടിൽ കിട്ടുന്ന എല്ലാ സൗകര്യവും അദ്ദേഹത്തിന് പുതുതായി എടുക്കുന്ന വീട്ടിൽ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അദ്ദേഹം ഗൾഫിലാണെങ്കിലും 1-2 മാസം കൂടുമ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് കുടുംബാംഗങ്ങൾക്കൊക്കെ ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു സൗകര്യം വേണമെന്ന് പ്രത്യേകമായും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. 5 ബെഡ്റൂം വീടായതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2, ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം തന്നെ സ്പേഷ്യസ് ആയതും ബാത്ത് അറ്റാച്ച്ഡുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ പൊസിഷനിൽ കേരള ട്രഡീഷണൽ വാസ്തു ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു തറവാട് വീടിന്റെ സ്ഥാനം നൽകി രൂപകൽപ്പന ചെയ്ത വീടാണിത്. അതിനാൽ ശ്രീ യൂസഫിന്റെ പിതാവ് ശ്രീ KP അബ്ദു ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലാണ് താമസം. മാതാപിതാക്കൾക്കായി ഒരുക്കിയ കിടപ്പറയാണിത്. പാരന്റ്സ് ബെഡ്റൂം, വിശാലമായ കിടപ്പറ, ടീക്ക് വുഡിലുള്ള വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഏറ്റവും വിശാലമായ മുറി. ഭംഗിയാർന്ന ശയ്യാ സംവിധാനങ്ങളും ബാത്റൂം വാർഡ്രോബ് സൗകര്യങ്ങളുമൊക്കെ ഈ കിടപ്പറയ്ക്കുണ്ട്. ഈ വീടിന്റെ ഇതര സൗകര്യങ്ങൾ മുകൾ നിലയിലാണ്. ഇനി അവ കാണാം നമുക്ക്. ടീക്ക് വുഡിൽ തീർത്ത മനോഹരമായൊരു നിർമ്മിതിയാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ്. അത് കയറി ചെല്ലുന്ന ഇടം ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. TV കാണുവാനും മറ്റുമുള്ള സൗകര്യമൊരുക്കിയതും ഇവിടെ തന്നെ. താഴെ ഫോമൽ ലിവിംഗിലുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. ഈ വീടിൻ്റെ അപ്സ്റ്റെയറിനെ കുറിച്ച് പറയുമ്പോൾ 3 ബെഡ്റൂം വിത്ത് അപ്പർ ലിവിംഗ് ഏരിയ അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഇതൊക്കെ ചേർന്നുള്ളതാണ് ഇതിൻ്റെ അപ്സ്റ്റെയർ. കൂടാതെ തന്നെ ഇതിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ താഴെയുള്ള ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സീൻ ബിലോ സൗകര്യം കൂടെ ഈ വീടിന് നൽകിയിട്ടുണ്ട്. അതുപോലെ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറം കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട്. ഈ അപ്പർ ലിവിംഗിന് ചുറ്റുമായാണ് ഇവിടുത്തെ ഇതര കിടപ്പറകൾ. അതിലൊന്ന് ഇതാണ്. മുകൾ നിലയിലെ 2ാമത്തെ കിടപ്പറയാണ് ഇത്. ഗസ്റ്റ് ബെഡ്റൂം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മുറി. ഈ വീട്ടിലെ 5ാമത്തെയും മുകൾ നിലയിലെ 3ാമത്തെയും കിടപ്പറ ഇതാണ്. അപ്സ്റ്റെയർ ലിവിംഗിൽ നിന്ന് എൻട്രി നൽകിയുള്ള ഈ ബാൽക്കണിയാണ് ഇവിടുത്തെ ശേഷിക്കുന്ന സൗകര്യം. എതിർഭാഗത്തെ മലഞ്ചെരുവും അവിടുത്തെ ഹരിത ദൃശ്യങ്ങളുമൊക്കെ ആസ്വദിക്കാവുന്ന ഒരിടമായാണ് ഇതിന്റെ രൂപകൽപ്പന. ഈ വീട് നല്ലൊരു മാതൃകയാണ്. ചെങ്കുത്തായ കുന്നിൻ ചെരുവിൽ എങ്ങനെ നല്ലൊരു വീട് ഒരുക്കാമെന്ന് ഈ വീട് നമുക്ക് കാട്ടിത്തരുന്നു. ഇത്തരം പ്ലോട്ടുകളുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വീട് ഒരുക്കാമെന്ന് കാട്ടിത്തരികയാണ് ഈ വീട്.